റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അണികൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നതായി AP സമസ്ത. ആരെ പിന്തുണച്ചു എന്ന് ഇപ്പോൾ വ്യക്തമാക്കില്ലെന്നും ഫലം വന്ന ശേഷം അറിയാമെന്നും AP സമസ്ത നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. രാഷ്ട്രീയ നിലപാട് പരസ്യപ്പെടുത്തരുത് എന്നത് സംഘടനാ നിലപാടാണെന്നും ഖലീൽ ബുഖാരി തങ്ങൾ വ്യക്തമാക്കി. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയല്ല, ഞങ്ങൾ പരസ്യ പ്രസ്താവന ഇറക്കാറില്ല. ഞങ്ങളുടെ അണികളിലേക്ക് ഞങ്ങൾ അതാത് സമയങ്ങളിൽ നിർദ്ദേശം നൽകും. അത് ആർക്കാണ് കിട്ടിയതെന്ന് പാർട്ടിക്കാർ മനസ്സിലാക്കും. അല്ലാതെ ഞങ്ങൾ ഇന്നേ വരെ അങ്ങനെ പരസ്യ പ്രസ്താവന ഇറക്കിയിട്ടില്ല. ഏതായിരുന്നാലും ജനവിധി എഴുതി കഴിഞ്ഞു. ഇനി മെയ് 4 റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണത്. മുബഷീർ P. അക്ബർ നൽകും വിശദാംശങ്ങൾ. മുബഷീർ, ആരെ പിന്തുണച്ചു എന്നത് ഇപ്പോൾ വ്യക്തമാക്കില്ല, അത് തെരഞ്ഞെടുപ്പിന് ശേഷം അറിയാമെന്നാണ് പറയുന്നത്. ഇക്കഴിഞ്ഞ കാലം അത്രയും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനകൾ ഒന്നായിട്ടുള്ള AP വിഭാഗം സ്വീകരിക്കാറുള്ളത്. പക്ഷേ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ AP വിഭാഗം ചിലയിടങ്ങളിൽ UDF-നെ പിന്തുണച്ചു. അത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായി എന്ന പ്രചാരണങ്ങൾക്കിടെയാണ് AP വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയായിട്ടുള്ള ഖലീൽ ബുഖാരി തങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. AP വിഭാഗത്തിന് രാഷ്ട്രീയ നിലപാടുണ്ട്, അത് പരസ്യമാക്കാറില്ല. ആ സംഘടന പണ്ട് മുതലേ സ്വീകരിച്ചു വരുന്നൊരു നയമാണത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരം നിർദ്ദേശം അണികൾക്ക് നൽകിയിട്ടുണ്ട്. രഹസ്യ സ്വഭാവത്തിൽ നൽകിയ നിർദ്ദേശത്തിനനുസരിച്ച് അണികൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും. അത് പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് ഖലീൽ ബുഖാരി തങ്ങൾ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരിക്കുന്നത്. പണ്ട് മുതൽ സ്വീകരിക്കുന്ന നിലപാടിൽ തന്നെ സംഘടന മുന്നോട്ട് പോകുന്നുണ്ട്. ആരെ പിന്തുണച്ചു എന്നതിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മനസ്സിലാകുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സാധാരണഗതിയിൽ ഇടതുപക്ഷത്തെ പിന്തുണച്ചു എന്ന് പറയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ചില അവകാശവാദങ്ങളൊക്കെ തന്നെ AP വിഭാഗം ഉന്നയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു വീഡിയോ കൂടി പ്രചരിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ആ വീഡിയോ ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും നിഷേധിച്ചുകൊണ്ട് പല പ്രചാരണങ്ങളും ഉണ്ടാകുമെന്ന വിശദീകരണവുമായിട്ടും ഖലീൽ ബുഖാരി തങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.